സലീം കുമാർ ആദ്യമായിട്ട് സ്ക്രീനിൽ വരുന്നത് സിനിമാലയിലൂടെയാണ്. ഫസ്റ്റ് പെർഫോമൻസിന് ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പൊ നമ്മൾ ആസ് എ ഡയറക്ടർ നമ്മൾ പറയുമല്ലോ അടുത്ത എപ്പിസോഡിനും വരണം അത്ര. പക്ഷെ പുള്ളി പറഞ്ഞത് വരില്ല, 4 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നുള്ളത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. ആദ്യമായിട്ട് തന്നെ ഏഷ്യാനെറ്റില് സിനിമാലയിൽ കൊണ്ടുപോകുന്നത് സലീമാണ്. അന്നും ഇന്നും പുള്ളി ഒരേപോലെയാണ്. ചിലവര് ഹൈറ്റ്സിലെത്തുമ്പോ പഴയതൊക്കെ ഇത് അങ്ങനെയല്ല. പുള്ളി വെറുതെ എല്ലാ ആഴ്ചയും വന്ന് ചെയ്തതിൽ പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ സ്ക്രിപ്റ്റ് അത്ര നന്നായിട്ട് വർക്ക് ചെയ്ത് വരുവുള്ളൂ. സിനിമയിലൂടെ മലയാളികളെ ഏറെ ചിരിപ്പിച്ച് പിന്നീട് സ്വഭാവ നടനായും ദേശീയ പുരസ്കാര ജേതാവുമൊക്കെ മാറിയ സലീം കുമാർ ആദ്യമായി സ്ക്രീനിലേക്ക് എത്തുന്നത് സിനിമാല എന്ന TV പ്രോഗ്രാമിലൂടെയാണ്. അതിലൂടെ അദ്ദേഹം അഭിനയത്തിൻ്റെ ഹരിശ്രീ കുറിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച സാജു കൊടിയനും ഈ സിനിമാലയുടെ ഡയറക്ടറായ വനിതാ ഡയറക്ടർ കൂടിയായ ഡയാന സിൽവർ സ്റ്റാറുമൊക്കെ ഈ സലീം കുമാറിനെ പറ്റിയുള്ള അന്നത്തെ അക്കാലത്തെ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ആദ്യം സ്ക്രീനിൽ കാണുന്നത് സിനിമാലയിൽ കൂടിയാണ്. അതെ, സിനിമാലയിൽ കൂടിയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. ബേബി സ്റ്റെപ്സ് ഇൻ സ്ക്രീൻ അതിലായിരുന്നു. ഡയറക്ടറായിരുന്നല്ലോ. ഞാൻ ഡയറക്ടറായിരുന്നു. സിനിമാല എന്ന പ്രോഗ്രാമിന്റെ ഡയറക്ടറായിരുന്നു. അതില് സലീം കുമാർ ആദ്യമായിട്ട് സ്ക്രീനിൽ വരുന്നത് സിനിമാലയിലൂടെയാണ്. ആദ്യം അദ്ദേഹം അഭിനയിക്കാനായി വന്നപ്പോൾ എങ്ങനെയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ആ കാര്യം ഓർത്തെടുക്കുന്നത്? അത് ഞാൻ സലീം എൻ്റെ ഫാദറായിട്ട് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ സലീമിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് പരിചയമില്ലായിരുന്നു. പിന്നെ മഹാരാജാസ് കോളേജിൽ അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയത് സലീമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അന്ന് സിനിമയില ഒരാളായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഇതിൽ നമുക്ക് 2 പേര് വേണമായിരുന്നു. അങ്ങനെ സലീമിനെ വിളിച്ചു, വന്നു. അപ്പൊ അന്ന് തന്നെ ഫസ്റ്റ് പെർഫോമൻസിന് ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പൊ നമ്മൾ ആസ് എ ഡയറക്ടർ നമ്മൾ പറയുമല്ലോ അടുത്ത എപ്പിസോഡിനും വരണം അത്ര. പക്ഷെ പുള്ളി പറഞ്ഞത് വരില്ല, 4 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നുള്ളത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ കരിയറിൽ. 10-25 വർഷം ഞാൻ ഈ കോമഡി ഡയറക്ടർ ചെയ്തിട്ട് ഇതുവരെ ഒരു ആർട്ടിസ്റ്റ് പോലും അടുത്തന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 4 മാസം കഴിഞ്ഞ് വരുമ്പോ ആ പ്രോഗ്രാം അത്ര ഹിറ്റായിരിക്കും. എല്ലാവരും ഇന്നും ഓർത്തിരിക്കുന്ന എപ്പിസോഡ്സ് ആയിരിക്കും ആ പ്രോഗ്രാം. അപ്പോൾ സലീം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ടല്ല, എൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇപ്പോഴും. അന്നും ഇന്നും പുള്ളി ഒരേപോലെയാണ്. ചിലവർ ഹൈറ്റ്സിലെത്തുമ്പോൾ പഴയതൊക്കെ ഇത് അങ്ങനെയല്ല. അന്നും ഇന്നും ഞാൻ ആദ്യം സലീമിനെ കാണുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പോഴും. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും വിളിക്കും. പിന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പുള്ളി ഓൾ ഇൻ ഓൾ ആയിട്ട് വരും. അപ്പോൾ എനിക്കിതൊരു പേഴ്സണൽ ലോസാണ്. അതെനിക്കത് ആദരാഞ്ജലികൾ പറയാൻ പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഈ 4 മാസം അവധി എടുത്ത് എന്താണെന്ന് അറിയാമോ? അല്ല, അവധി അത് പ്രിപ്പയർ ചെയ്യാനാണ്. അതായത് പുള്ളി വെറുതെ എല്ലാ ആഴ്ചയും വന്ന് ചെയ്തതിൽ പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ സ്ക്രിപ്റ്റ് അത്ര നന്നായിട്ട് വർക്ക് ചെയ്ത് വരുവുള്ളൂ. അതിന്റെ അതാണ് ഇപ്പോഴും ആളുകൾ ആ എപ്പിസോഡ്സ് ഒക്കെ ഓർത്തിരിക്കണം. സലീമേട്ടനായിട്ട് വർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് തന്നെ ഏഷ്യാനെറ്റില് സിനിമാലയിൽ കൊണ്ടുപോകുന്നത് സലീമാണ്. അത് കൂടാതെ ഞങ്ങൾ ആലുവക്കാരാണ്. ആലുവയിലാണ് പുള്ളി ആദ്യം ട്രൂപ്പിൽ വർക്ക് ചെയ്തത്. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഞാൻ ഗൾഫിൽ പോകുന്നത് സലീമിൻ്റെ കൂടെയാണ്. പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട് പോലെയായിരുന്നു, വീട്ടിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരു വലിയ സൗഹൃദത്തിന് ഞങ്ങൾ എൻ്റെ കല്യാണത്തിന് ഷർട്ട് മേടിച്ചു തന്ന പുള്ളിയാണ്. അങ്ങനെയൊക്കെയുള്ള കല്യാണം അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ്, സഹോദര തുല്യനായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാളാണ്. ആദ്യ കാലഘട്ടത്തിൽ മിമിക്രി വേദികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന ട്രൂപ്പിൽ നാദർഷയുടെ അനിയൻ സാലി ട്രൂപ്പ് നടത്തിക്കുമ്പോൾ ആ ട്രൂപ്പിൽ ഞാൻ, ടെനി ടോം, സലീം കുമാർ അങ്ങനെയുള്ള ടീമുകളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമാലയിൽ എന്നെ കൊണ്ടുവരികയും പിന്നെ എന്നെ ആദ്യമായിട്ട് മൂവി ക്യാമറയുടെ മുമ്പിൽ നടത്തിയത് സലീം കുമാറാണ്. അത് നിസാർക്കയുടെ പടം. അപ്പോൾ അതിനകത്ത് പുള്ളിയാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് നിസാർക്കയുടെ. എനിക്ക് മിമിക്രി വേദികളിലൊക്കെ പോകുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് നേരിട്ട് അറിയാമോ? തീർച്ചയായിട്ടും നമുക്കറിയാം. ഞാനും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട് സഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയും ഒരു ഇടത്തരം ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ വളരെയേറെ കഷ്ടപ്പാടായിരുന്നു. പണ്ടത്തെ കാലത്തെ മിമിക്രിയുടെ പേയ്മെൻ്റ് ഒക്കെ അറിയാമല്ലോ. 300 രൂപയൊക്കെ ആയിരിക്കും കിട്ടുക ഒരു ആർട്ടിസ്റ്റിന്.
അപ്പോൾ അന്നത്തെ 300 രൂപയ്ക്ക് ഇന്നത്തെ വിലയുണ്ട്. എന്നാലും ആ കാലഘട്ടത്തിൽ അതുകൊണ്ടൊക്കെ ഒതുക്കി